ആദ്യമായി വന്നത് ഇന്ത്യയിൽ സിന്ധ്, ഗുജറാത്ത്, കേരളത്തിൽ കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുനെല്ലി, കാരപ്പട്ടണം വഴി വന്നത്. ഇവിടെ വന്ന് കയറി കടലിൽ കുറിച്ച് ഒന്നും ചെയ്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. ശേഷം ഇബ്രാഹിം ബാദ്ഷാ എല്ലാ ശ്രോതാക്കളും വിളിച്ചു. ഞാൻ ഹിന്ദു മുസ്ലിം സ്ഥലത്ത് ഇസ്ലാം കാൾ ക്ഷണിച്ചു. അവിടെ യുദ്ധം നിർബന്ധമായി. ഇവിടെ മഹാനായ പ്രവാചകൻ 3 ദിവസം സ്വപ്നത്തിൽ സംസാരിച്ച മുസ്ലിങ്ങൾ ഒന്നുമെല്ലാം ഒന്നുമെല്ലാം മുസ്ലിങ്ങൾ ഇവിടെ നാട്ടിലൊന്നും ഇല്ല. അപ്പൊ നമ്മൾ ഇവിടെ ഇസ്ലാം കാൾ ക്ഷണിക്കുമ്പോൾ യുദ്ധം നിർബന്ധമായ സാധ്യതയുണ്ട്. ഇസ്ലാം കാൾ ക്ഷണിക്കുമ്പോൾ യുദ്ധം നിർബന്ധമായ സാധ്യതയുണ്ട്. ഇബ്രാഹിം ബാദ്ഷാ പുതിയ സവാക്കൾ പറയാണ്. സുന്നത്ത് ജമാഅത്ത് പറഞ്ഞാൽ തന്നെ 4 മദ്ഹബ് സുന്നത്തെടുക്കുന്നവരാണ്. നമ്മൾ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു സുന്നത്ത് മറന്നു കിടക്കുന്നുണ്ടല്ലോ. ഇപ്പം നമ്മൾക്ക് പറവാൻ ഒന്നോടുകൂടി സുന്നത്തിന് പറവെടുക്കുന്ന പോലെ എടുക്കും. ഇവിടെ പല ഭാഗങ്ങളായി ചോദിച്ച് അള്ളാഹിലേക്ക് നേരിട്ട് തീരുമാനം കിട്ടിയതിൻ്റെ ശേഷം സമാധാനത്തെ ഇസ്ലാം ആവശ്യമില്ല. അങ്ങനെ അത് നേരെ വെള്ളമില്ല, ഭക്ഷണമില്ലാതെ പല ഭാഗങ്ങളായി കിബിലക്ക് കിബിലക്കില്ല. അങ്ങനെ പല ഭാഗങ്ങളിലായി നേരെ വെള്ളമില്ല, ഭക്ഷണമില്ലാതെ കിബിലക്ക് നേരിട്ടുകൊണ്ട് വിവാദ ചെയ്ത് അള്ളാഹു ചോദിച്ചു. മാസക്കണക്കിന് ചോദിച്ചപ്പോൾ അള്ളാഹിലേക്ക് തീരുമാനമല്ല. 30 ദിവസം ആ മൗലൂദുകളും ദിക്റുകളും സ്വലാത്തുകളും മൗലൂദുകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹ് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. രാവും കാലം ചോദിച്ചിട്ടും അള്ളാഹിലേക്ക് നിങ്ങൾക്ക് തീരുമാനമല്ല, ഒന്നും കാണില്ല. 5 വക്ത് നിസ്കാരം, സുന്നത്ത് നിസ്കാരം ഒന്നോടുകൂടി 30 ദിവസം ഖുർആൻ, മൗലൂദ്, ദിക്റുകൾ, സ്വലാത്തുകൾ മാത്രം അള്ളാഹിനെ ചോദിച്ചു ഒന്നും കാണില്ല. ഒരു തീരുമാനമില്ലാത്ത ഇബ്രാഹിം ബാദ്ഷാ പോലെ സ്വന്തം ഇവിടെ വട്ടാഞ്ചിരുന്നു. വട്ടാഞ്ചിരുന്നപ്പോൾ ഇബ്രാഹിം ബാദ്ഷാ ഈ സൈഡിൽ വന്നപ്പോൾ മുഖ കിബിലക്കല്ല, കണ്ണുക്കരി പഴയ കിബില ബൈക്ക് മുഖത്തായി. എല്ലാവരും കൂട്ടമായി കരഞ്ഞു പറഞ്ഞുകൊണ്ട് ഇബാദത്ത്. അവസാനം എല്ലാവരും കരഞ്ഞുകൊണ്ട് കണ്ണീരോടുകൂടി കരഞ്ഞിട്ട് ഇബാദത്ത് കരഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കണ്ണിൽ കരിക്കൂടി ചൊറുക്കുള്ള ഒരു വയസ്സാരാണ് അറിഞ്ഞത്. താഴെ കെട്ടിട്ട് അങ്ങനെ വെള്ളം തട്ട് വെള്ളത്തുണ്ട്. അങ്ങനെ വെള്ളം കരക്കാൻ വാരിട്ട് കിട്ടി കാറ്റിന് വാരിട്ട് സദ്യം അടിക്കുന്നുണ്ട്. ഇത് ആദ്യമായി ഇബ്രാഹിം ബാദ്ഷാണ് കാണുന്നത്. കണ്ടോടുകൂടി ബേജാറൊക്കെ പെട്ടെന്ന് എണീച്ചപ്പോൾ എല്ലാ ശ്രോതാക്കളും ഇബ്രാഹിം ബാദ്ഷാണ് നോക്കിയത് നഷ്ടപ്പെടുന്നത് കഥയുന്നത്. അപ്പോൾ ഇബ്രാഹിം ബാദ്ഷാ കൂടെ ശ്രോതാക്കളോട് പറയും, ഇപ്പം നമ്മൾ ഇരിക്കുന്ന ഈ സ്ഥലം ഇന്ത്യയാണ്, തമിഴ്നാടാണ്. നമ്മൾ ഇരിക്കുന്ന ഈ സ്ഥലം ഇന്ത്യയാണ്, തമിഴ്നാടാണ്, പാണ്ഡ്യ രാജാവിൻ്റെ രാജ്യമാണ്. അതിൽ യാതൊരു സംശയത്തിനല്ല. കണ്ണിൽ നോക്കി മുസ്ലിംമാരാണ് നടന്നിരുന്നത്. അത് പറഞ്ഞു എല്ലാവരും ബേജാറോടൊക്കെ എല്ലാവരും എണീച്ചു. നിങ്ങൾ നടന്നെന്ന് വരയ്ക്കുന്ന ആൾ നടന്ന് അവരെ എത്തിക്കെത്തി. ഓരോരുത്തർക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു സലാം ചെയ്തു. എല്ലാവരും കൂട്ടമായി വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു സലാം അടക്കം ചെയ്തു. ബേജാറിക്ക് ഇബ്രാഹിം ബാദ്ഷാ മണ്ഡിച്ചത് മുസാഫത്ത് ചെയ്തു. മുസാഫത്ത് കഴിഞ്ഞിട്ട് ഇബ്രാഹിം ബാദ്ഷായോട് ചോദിച്ചത് ആരാണ് ചോദിച്ചു. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതിക്കാത്ത പേരുമാണ് ഇബ്രാഹിം ബാദ്ഷാ. ഇബ്രാഹിം ബാദ്ഷായോട് ചോദിച്ചു. ഇബ്രാഹിം ബാദ്ഷായോട് തന്നോട് ചോദിക്കുന്നത് ആരാണ് ചോദിച്ചു. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതിക്കാത്ത പേരുമാണ് ഇബ്രാഹിം ബാദ്ഷാ. നിങ്ങൾ ഇവിടെ ഇന്ത്യയിൽ വന്നതാണ്. മഹാനായ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ച് ഇബ്രാഹിമിന് ഇന്ത്യയിൽ പോകണം. തമിഴ്നാട്ടിൽ പാണ്ഡ്യ രാജ്യത്ത് ഇസ്ലാം കാശും ഇസ്ലാമിന്റെ നിയമത്തെ പഠിപ്പിച്ചു കൊടുക്കും. എന്നിട്ട് ഇപ്പോൾ ഇബ്രാഹിമിനെ നിങ്ങൾ ഇസ്ലാമിക്ക് ആൾ ശ്രമിച്ചു ഇസ്ലാമിന്റെ നിയമത്തെ പഠിപ്പിച്ചു കൊണ്ടുപോയിട്ടില്ല. നിങ്ങൾ വന്നിട്ടൊക്കെ ദിവസമായി ചോദിച്ചു. ഞങ്ങളവിടെ വന്ന് ദിവസങ്ങളല്ല മാസക്കണക്കിനല്ല. മഹാനായ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനുണ്ടാക്കാനും ഇതിന്റെ നിയമത്തെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞാച്ചതാണ് ഇന്ന്. നിങ്ങളുടെ മാസക്കണക്കുകൾ പല കണക്കിൽ യാതൊരു കാര്യമല്ല. ഇനിയൊരു കാര്യം ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് ദുആ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എവിടെ പോയിട്ടാണ് ഇസ്ലാം കാശത്തിന് ശേഷം നിൽക്കാൻ പാടത്താൻ പറഞ്ഞു. ഈ വന്നാൾ ഫാത്തിഹ വിളിച്ചോടുകൂടി ആകാശ സപ്പായി വരിയായി കരഞ്ഞു വന്നു. ഈ വന്നാളാ ഫാത്തിഹ വിളിച്ചത് നടന്നല്ലേ. അങ്ങനെ മലക്കൾ ഇറങ്ങി വന്നു. 4444 ഇസ്ലാമി ജിന്നുവട്ട നാളാണ്. 4444
44 ഇസ്ലാമിക് ജിന്നുകൾ. ദുആയിൽ ആദ്യമായി ആമീൻ പറഞ്ഞ ഇസ്ലാമിക് ജിന്നുകളാണ്. ആമീൻ പറഞ്ഞ ഞങ്ങൾ ഇന്ന് സ്വീകരിക്കണേന്നാണ്. ആമീൻ പറഞ്ഞ ഞങ്ങൾ ഇന്ന് സ്വീകരിക്കണം. ദുആ കഴിഞ്ഞതിന്റെ ശേഷം ഇബ്രാഹിം ബാദുഷ കഴിഞ്ഞ പോയിട്ട് പച്ചപ്പൊടി വലിയത്, ചെറിയതല്ല. അതിന് മുകളിൽ കണ്ടിട്ട് കുറച്ചൊക്കെ വലിയത്, അതിനെക്കാട്ടും വലിയത്. അത് 3 കളർ, ചുവപ്പ്, വെള്ള, പച്ച. അതുപോലെ 3 കളർ ഉണ്ടായില്ല, ഒരേ കളർ. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ കൊടി ബാദുഷങ്ങൾ എന്ത് ചെയ്തു? ഇതുപോലെ മാറ്റുന്ന ഈ ടയർസൊക്കെ തറയും തരും എന്ന കാലത്തിൽ കണ്ടെത്തറിയില്ല. ഇപ്പോൾ ടയർസൊക്കെ തറയക്കണം, അതുപോലെ തരം എന്ന കാലത്തില്ല. ഇതുപോലെ തന്നെ മരത്തിൻ്റെ നിലത്ത് മണ്ണിൽ വലിയ കുഴിയുണ്ടാക്കി. ഇബ്രാഹിം ബാദുഷൊക്കെ കഴിഞ്ഞാൽ ദീൻ കൊടിയെ നീയത്ത് ചെയ്ത് നേരത്തെ ഇങ്ങനെ കയറ്റി, നേരത്തെ ഇങ്ങനെ കയറ്റി ആ കാരൻ കെട്ടിക്കഴിഞ്ഞോടുകൂടി ഈ ദുആ ചെയ്യുന്ന പെട്ടെന്ന് കാണാനാണ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു 5 സെറ്റം പറഞ്ഞെങ്കിൽ അറിയുള്ളൂ. നമുക്ക് അവിടുത്തെ ഉസ്താദ് ഇവിടെ ഉണ്ടായില്ല. കൂടുതലും നമ്മൾ ഇരിക്കുന്ന അടിയിൽ ഒരു കവറും നോക്കി പിടിച്ചിട്ട് വന്ന് 2 ഭക്ഷണം ഏറ്റ് മറ്റേ ആൾക്ക് നമുക്കൊരു 5 ചട്ടം പറഞ്ഞാൽ ഡബ്ബുണ്ടായിരുന്നു, ചമ്മന്തിൻ്റെ ഒരു തീപ്പറ്റിൻ്റെ ഒരു പൊടി ഉണ്ടായിരുന്നു. നമുക്കൊരു 5 ചട്ടം പറഞ്ഞാൽ അത് പറയുന്ന കാണാനാണ് കിട്ടിയ എങ്ങനെ ഉണ്ടാവും. ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് കിടങ്ങനെ പെട്ടെന്ന് കാണാനായാലും ഉണ്ടാവും. ആ ടക്കെന്നാണ് കാണാനാണ്. അങ്ങനെ കൂടുതൽ ശ്രോതാക്കൾ ഇബ്രാഹിം ബാദുഷ ചെയ്യുന്ന കാണാനില്ല. മഹാനായ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം കിനാവിൽ സ്വപ്നത്തിൽ എന്താ സംസാരിച്ചത്? ഇന്ത്യ രാജ്യത്ത്, തമിഴ്നാട്ടിൽ, പാണ്ഡ്യ രാജാവിന്റെ രാജ്യത്ത് മുസ്ലിമും ഒന്നും തന്നെ എല്ലാം ഞാൻ നടന്നിട്ട് വന്നതോ. നടന്നിട്ട് പറഞ്ഞിട്ട് വന്നു. ആ നടന്നിട്ട് വന്നാളും മുസ്ലിം വന്നാൾ മുസ്ലിം തന്നെയാണ് നടന്നു വന്നത്. വന്നാൾ സാധാരണക്കാരൻ, അസാധാരണക്കാരൻ. 6 മാസം കടൽ വെള്ളത്തിന് മുകളിൽ കൂടി 6 മാസം ദുനിയ ഒട്ടാകെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഖിയാമത്ത് നാൾ വരെ അല്ലാഹു ദീർഘായുസ്സ് കൊടുത്ത അബ്ദുൽ അബ്ബാസ് ഹിദർ നബി അലൈഹിസ്സലാം. ഇതാണോ കടലേക്ക് അവര് പെട്ടെന്ന് കാണാൻ പെട്ടെന്ന് വരും. പെട്ടെന്ന് കാണാനായി വന്നു നടന്നു പോകണമെങ്കിൽ പെട്ടെന്ന് മുന്നിക്ക് വരുന്നേ പെട്ടെന്ന് ആളെ കാണാനാവും. അല്ല ഈ പോകുന്ന പ്രാവശ്യം അപ്പൊ കൊടി കുത്തി പോയതാണ്. കൊടി കുത്തിട്ട് പോയാ കെട്ടിട്ട് പോയതാണ്. ഇത് കൊടി കെട്ടിയത് അപ്പൊ കെട്ടിയതല്ലേ? അവര് കെട്ടിയ കൊടിയൊക്കെ കീറിപ്പോയി. അത് മാറിപ്പോവും. അതല്ലേ കാട്ടുപള്ളി പള്ളിക്കൊന്നും കൊടി കെട്ടി അവര് കെട്ടിയ കൊടിയൊക്കെ കാറ്റ് കീറിപ്പോയി. അവര് കെട്ടിയ കൊടി മരങ്ങത്തല്ല, അല്ല അല്ല മരൊക്കെ മാറ്റി. പിന്നെ മാനാമാതിയിൽ കൊണ്ട് മാറ്റിയിട്ട് 10-15 വർഷം ആയിട്ടുണ്ട് ഈ മരം. മൂപ്പരും ഇവിടെ ഉണ്ടായിരുന്ന ആളിപ്പോ ഇവിടെ നിൽക്കുന്ന ആളാ, കൊടുക്കുന്ന ആളാ. ഒരു മധുര 2 പേരെ നോക്കണേ. മധുര നിങ്ങൾ രണ്ടാളാണ്. ഭക്ഷണം കടിയിൽ പോയി കൊണ്ടുവരും. കടിയിൽ പോയിട്ട് പൈസ കൊണ്ടുവരണം. പൈസ കൊടുത്ത് വാങ്ങല രാവിലെ ഉച്ചക്കും രാത്രിയൊക്കെ. രാത്രിക്ക് നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം കുറച്ച് മിച്ചം ഉണ്ടാവും. അത് രാത്രി കൊണ്ടുവരും. രാവിലെ കാൽച്ചായ ജുമാ തന്നുണ്ടാവും. ദിവസം വെള്ളിയാഴ്ച ജുമാക്കും ഏർവാടി പോകണം. അവിടെ എവിടെ ഏർവാടി പള്ളിക്ക് പോകണം ജുമാക്ക്. പിന്നെ ബയട്ട് പറഞ്ഞില്ല ഇവിടേക്ക്? ബയ പറഞ്ഞില്ലേ? അന്ന് ക്ലോസ് അവിടെ ഓപ്പണുണ്ട്. വെള്ളിയാഴ്ച ഇവിടെ ഇങ്ങോട്ട് വരൂലേ? വെള്ളിയാഴ്ച രാവിലെ വരും. രാവിലെ വന്ന് ജുമാക്ക് പോകും.